ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മകളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിലേക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ചടങ്ങല്ലേ ഈ അടുക്കള കാണലെന്ന് പറയുന്നത്? അതെ, അതെന്നെ ഏട്ടാ. അവിടെ ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താ അത് വേസ്റ്റ് ആവും. അവിടെ എന്തൊക്കെ ഇല്ലാത്തതെന്ന് അറിയണം. എന്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി ഞാനെടുത്ത തീരുമാനങ്ങൾ അതെല്ലാം കാറ്റിപ്പറത്തി കളഞ്ഞു. എന്റെ മക്കളുടെ ഭാവിയും തകർന്നു. സാമ്പത്തികമായിട്ട് ചിലപ്പോഴൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വീടിനകത്തൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ അതും കൂടെ ഇല്ലാതാക്കി കളഞ്ഞു. രാധമ്മേ, കൂടെ കൂടിയിട്ട് ഇന്നേ വരെ ഞാനും എന്റെ ഭർത്താവും തമ്മില് ഒരു വഴക്ക് പോലും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ തമ്മി കണ്ട വാളെടുക്കുന്ന അവസ്ഥയില്ല. എനിക്ക് ഒരേ ഒരു ആന്തരിയേ ഉള്ളൂ. അവനെ തട്ടിയെടുത്തു. അവനിപ്പ എന്റെ ശത്രുവാ. കുറെ കഴിയുമ്പോ അവനെന്നെ തല്ലി കൊല്ലാൻ വരുമെന്ന് എന്റെ പേടി. അയ്യോ രാധമ്മേ, ഇങ്ങനൊന്നും എന്നോട് പറയല്ലേ. ഞാൻ അനുഭവിക്കുന്ന വേദനകളാ പറഞ്ഞേ. എനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടില്ലേ. ആ രമ്യയുടെയും അവളുടെ അമ്മയുടെയും ദയയില് അവരുടെ വാട വീട്ടിലാ ഞങ്ങൾ താമസിക്കുന്നേ. അവര് ഞങ്ങളുടെ ശത്രുക്കളായി. ഏത് നിമിഷം അവര് വന്ന് ഞങ്ങൾ ഇറക്കി വിടുമെന്ന് അറിയില്ല. ഇറക്കി വിട്ട പെരുവഴിയില്ല, ഞങ്ങളെ പെരുവഴിയില്. താല്പര്യമില്ലായിരുന്ന ഒരു ചെറുക്കനെ വശീകരിച്ച് വശത്താക്കി സ്വന്തമാക്കി. അതിന് കൂട്ടു നിൽക്കാൻ എന്റെ ഭർത്താവും. ഈ കണ്ണീര് കണ്ടതുകൊണ്ടൊന്നും എന്റെ മനസ്സലിയില്ല. കാരണം എന്റെ മനസ്സിൽ തീ. ആർക്കൊരു മിണ്ടാട്ടമില്ല, അനക്കമില്ല. ഇതെന്താ എല്ലാവരും ഒരുമാതിരി മുനികളെ പോലെ? അല്ല, യാമിനിക്ക് മുനിമാരെയൊക്കെ പരിചയമുണ്ടോ? കണ്ണാശ്രമത്തിലാണ് ജനിച്ചത്. ശകുന്തളയെ പോലെ. ഞാൻ കണ്ണാശ്രമത്തിലോ സിദ്ധാശ്രമത്തിലോ ഒന്നല്ല ജനിച്ചത്. എല്ലാവരും മിണ്ടാതിരിക്കുന്നുണ്ട് മുനികളെ പോലെയാണോ എന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. എസ്റ്റേറ്റ് അക്കൗണ്ടുകളെല്ലാം ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുക. ഞാനൊന്ന് ശരിയാക്കാൻ നോക്കിയ. എനിക്കാണെങ്കിൽ ചില അസൈൻമെന്റുകൾ ചെയ്തു തീർക്കാനും ഉണ്ട്. ഞാൻ അതിൽ എൻഗേജ്ഡും ആണ്. ഓരോരുത്തർ അവരവരുടെ ജോലികളില്ല. യാമിനിയും ജോലിയിലാണല്ലോ. സാരികൾ എടുക്കി വെക്കുക. ഋതുമോള് വീട്ടിൽ നിന്ന് പോയതോടെ വീട്ടിനകത്തൊരു ഒച്ച അനക്കൊന്നുമില്ല. എന്തോ വല്ലാത്തൊരു കുറവ് പോലെ. മനസ്സിലാണെങ്കി ഒരു വിങ്ങല. അത് പറയും. നിനക്ക് ഏത് നേരവും ഋതുമോള് കൂടെ വേണമായിരുന്നല്ലോ. അതാണ് പ്രശ്നം. ചെറിയമ്മേ എന്ന് പറഞ്ഞ് ഏത് നേരവും പുറകെ നടക്കുമായിരുന്നല്ലോ ശേഖരേട്ടാ. കുട്ടി പോയപ്പോ എന്തോ ഒരു സങ്കടം. നീ പറഞ്ഞാൽ ശരിയാ. മോളൂടെ ഉള്ളപ്പോ വീടിനകത്തേനൊരു ഓളം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും സങ്കടം. ചേച്ചി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ എടുത്ത് നടക്കുക. അംബിക അമ്മായിക്ക് ടെൻഷനോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞ സത്യമാ. ഫൈറ്റ് ചെയ്യാനുള്ള ആള് പോയില്ലേ. ഓ, അതാ ശ്രീമതി അംബിക വർമ്മയ്ക്ക് സങ്കടം. ഓ അങ്ങനെ. മോളുടെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ യാമിനി.
ഇല്ല ശേഖരേട്ടാ, എപ്പോഴെപ്പോഴും വിളിച്ചാലേ അവിടെയുള്ളവർക്ക് എന്താ തോന്നാ, അതാ ഞാൻ വിളിക്കാത്ത. ചേച്ചിക്ക് അവിടെ സന്തോഷം. ഞാൻ വിളിച്ചിരുന്നു. അവിടെയുള്ളവരെല്ലാം നല്ല ആൾക്കാരാ. ഒന്നുമില്ലെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. അല്ല യമനി, ഈ അടുക്കള കാണൽ എന്നൊരു ചടങ്ങില്ലേ? ഉണ്ട്. ഏട്ടനോടും അമ്മയോടും അതിനെക്കുറിച്ച് ചോദിക്കാം. അല്ല, അത്താഴത്തിനുള്ള സമയമായില്ലേ? ഞാൻ ഫുഡ് എടുത്തു വെക്കാം. അപ്പു അച്ഛനെ വിളിച്ചോണ്ട് വാ. ഉം. ഋതുമോളുടെ വിവരമില്ല ഉണ്ടോ? അവര് വിളിച്ചോ? മോള് ഇങ്ങോട്ട് വിളിച്ചില്ല ഏട്ടാ, അപ്പു അങ്ങോട്ട് വിളിച്ചിരുന്നു. എന്നിട്ട് അവിടെ എന്തുണ്ട് വിശേഷം അപ്പു? ആ വല്യച്ഛ, ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. അല്ല, ഓണമൊക്കെ തീർന്നിട്ടും നിന്റെ വെക്കേഷൻ ഇതുവരെ അവസാനിച്ചില്ലേ? മറ്റന്നാള് സ്കൂൾ തുറക്കും. നാളെ ഉച്ച കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോണം വല്യച്ഛ. ഋതുമോളെ പോലെ പോരാ, നന്നായിട്ട് പഠിക്കണം. ഇവിടെ പഠിക്കുന്നുണ്ടോ യാമിനി? ഇപ്പൊ പഠിക്കുന്നൊക്കെ ഉണ്ട് ഏട്ടാ. എല്ലാ സബ്ജക്റ്റിനും A+ ഒക്കെ ഉണ്ട്. ആഹാ, വെരി ഗുഡ്. അങ്ങനെ തന്നെ വേണം. റാങ്കോടുകൂടി പാസ്സായ ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. പിന്നെ റാങ്ക്. അമ്മേ, ഋതുമോളെ വീട്ടിലേക്ക് അടുക്കള കാണാൻ പോകുന്നൊരു ചടങ്ങില്ലേ? ഉണ്ട്. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അടുക്കള കാണാൻ പോണമ്മേ, അതൊരു പ്രധാനപ്പെട്ട ചടങ്ങല്ലേ? മകളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിലേക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ചടങ്ങല്ലേ ഈ അടുക്കള കാണലെന്ന് പറയുന്നത്? അതെ. അതെന്നെ ഏട്ടാ. അവിടെ ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താ അത് വേസ്റ്റ് ആവും. അവിടെ എന്തൊക്കെയാ ഇല്ലാത്തതെന്നറിയണം. എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഞാൻ പറയാണ്, രാജുവും വേണൂട്ടനൊക്കെ വലിയ അഭിമാനികളാണ്. സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ അവർക്കതൊരു ബുദ്ധിമുട്ടാവരുത്.